നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതിയിലും കൈയിട്ട് വാരിയിരിക്കുകയാണ് സർക്കാർ. ഇതിലും ഗതികെട്ടൊരു സർക്കാർ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാളെയുടെ പ്രതീക്ഷകളായിട്ടുള്ള വിദ്യാർത്ഥികളെ പോലും കബളിപ്പിക്കുന്ന ഒരു ഭരണവർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇടത് സർക്കാർ. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി ഉപയോഗിച്ച് അതിന്റെ പണമെടുത്ത് 14 ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്ക് എടുക്കുന്നു എന്ന റിപ്പോർട്ട്. നിലവിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള പണം സർക്കാർ കൃത്യമായി നൽകാത്തതിനാൽ മിക്കവാറും സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ സ്വന്തം നിലയിലാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നതെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും കാണാനും കേൾക്കാനും സമയമില്ലാത്ത മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാർത്ഥികൾക്കായി നീക്കിവെച്ചിരിക്കുന്ന ഫണ്ടിൽ കൈയിട്ട് വാരാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല എന്നതാണ് വിരോധാഭാസം. നാണം കെട്ടാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വിമർശിക്കുന്നവർ വാകഴയ്ക്കുമ്പോൾ പൊയ്ക്കോളും എന്ന മനോഭാവത്തിൽ ബാക്കി വരുന്ന 2-2.5 വർഷം കൊണ്ട് കഴിവതും തുക ഒപ്പിച്ചെടുക്കണം എന്ന ഒരൊറ്റ ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടത് നേതാക്കളെല്ലാം തന്നെ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കൃത്യമായി ഉച്ചഭക്ഷണത്തിന് ഫണ്ട് പോലും ഒപ്പിച്ചു നൽകാത്ത സർക്കാർ അതേ സ്ഥാനത്ത് അനർട്ടിൽ നിന്ന് 14 കാറുകൾ വാടകയ്ക്കെടുത്ത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്ക് നൽകുന്നു എന്നുള്ളത്. 5 വർഷത്തേക്കാണ് ഇത്തരത്തിൽ കാർ എടുത്ത് നൽകുന്നത്. വാടക കാറുകളുടെ ഫ്ളാഗ് ഓഫ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയായിരിക്കും നിർവഹിക്കുക. ഉച്ചഭക്ഷണം, സ്കൂൾ ബസ് തുടങ്ങിയവയ്ക്കുള്ള സർക്കാർ കൃത്യമായി പണം നൽകാത്തത് മൂലം പ്രഥമ അധ്യാപകർ വലിയ പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് എന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുകയാണ്. പ്രഥമ അധ്യാപക സ്ഥാനക്കയറ്റം പലപ്പോഴും അധ്യാപകർ വേണ്ട എന്ന് വയ്ക്കുന്നത് പോലും ഇത്തരത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ സ്വയം പ്രതിസന്ധിയിലാകുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. ഇതിനു പുറമെയാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട്. കൃത്യമായി പണം നൽകാത്തതിനാൽ വിദ്യാഭ്യാസ വകുപ്പിന് അരി നൽകാൻ സപ്ലൈകോ ഉൾപ്പെടെ മടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ഇതൊന്നും കണക്കിലെടുക്കാതെ 14 ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്ക് എടുക്കാൻ സർക്കാർ തുനിയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കാറുകൾ വാങ്ങുന്നതിനും വകുപ്പുകൾക്കും സംസ്ഥാനങ്ങൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ധനവകുപ്പ്. പകരം അത്യാവശ്യമാണെങ്കിൽ ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്ക് എടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് കണക്കിലെടുത്ത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ കുട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന പണം വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാർ വാടകയ്ക്ക് എടുത്തു നൽകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്നും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പണം ചെലവഴിക്കാമെങ്കിൽ പോലും ഇതുപയോഗിച്ച് കാർ വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് കടുത്ത വിമർശനങ്ങൾക്കാണ് സാഹചര്യം ഒരുക്കുന്നത്. കാരണം വിദ്യാർത്ഥികളെ പോലും വെറുതെ വിടാതെ അവരെ പോലും മണ്ടന്മാരാക്കിക്കൊണ്ട് അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുകയിൽ പോലും കൈയിട്ട് വാരാൻ മുതിരുന്ന സർക്കാരാണല്ലോ ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്.